ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടിയിട്ടാ. അപ്പൊ എന്താണ് അമ്മക്കുട്ടി? അല്ലെങ്കിൽ അമ്മ അങ്ങനെ വെസ്റ്റേൺ കറി ഉണ്ടാക്കും പോലെ എപ്പോഴും നാടൻ കറി തന്നെ ഉണ്ടാക്കുക. അമ്മ പറയണ കേട്ടാ തോന്നുന്നു അമ്മ ചൈനീസ് കുക്കാണെന്ന്. മത്തങ്ങക്കായ കണ്ടില്ല. മത്തങ്ങി കായും കൂടി അരിഞ്ഞു വെച്ചതും ചേമ്പും താളും. പിന്നെ അതിന് വേണ്ടത് ചെറിയുള്ളി ഉണക്കമുളകും ഞാൻ അരച്ചതാണ്, മുഴുവൻ മുളക് കേട്ടോ. അതെന്ന് പറയുന്നത് എന്തറിയോ, എനിക്ക് ഈ പൊടി ഇടുന്നേക്കാളും അരച്ച് ചേർക്കുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് തോന്നുക. എനിക്കും ഇവനും പറയാറുണ്ട് അങ്ങനെ. അപ്പൊ മഞ്ഞളും ഉണക്കമുളകും ഒരു 3 ചെറിയുള്ളിയും കൂടി അരച്ചതാണ്. അതായത് ഇതൊരു മുളക് കൃഷിയാണ്. പാലക്കാടുകാരുണ്ടാക്കുന്ന എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു ഓർമ്മയിൽ ഞാൻ അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ആണോ? പഴയ ഓർമ്മ വെച്ച് ശ്രമിച്ചു നോക്കുകയാണല്ലേ? ഈ മുളക് ഇങ്ങനെ അരക്കണേ. അപ്പൊ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഓർമ്മയൊക്കെ ഉണ്ടല്ലോ. അത് നന്നായി. അല്ല, മുളകും മഞ്ഞളും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. പിന്നെ അമ്മ അതിന് ചേമ്പും ചേനയും ഒക്കെ ഇടും. ഞാനിപ്പോ ഇതിന് മത്തങ്ങയും കായാണ്. അപ്പൊ ആദ്യം മത്തങ്ങയും കായും കൂടി ഇടണം. ആ മത്തങ്ങയ്ക്ക് അമ്മയുടെ കുപ്പായത്തിനൊരു മാച്ചിങ് ഉണ്ടല്ലോ. നിനക്ക് പിന്നെ എന്നും അങ്ങനെയല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് വേവാൻ മാത്രം ഉള്ള വെള്ളം നമുക്ക് വെച്ചു. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്, ഇന്ന് എന്താ മുഗലരാജം സിനിമയുടെ വല്ല ഷൂട്ടിംഗ് ഉണ്ടോ? അല്ല, ഏതാണ്ട് ഗോൾഡൻ കളറിലാണല്ലോ. പാകത്തിനുള്ള ഉപ്പ്. ചേമ്പും താള് നമ്മൾ ഇതൊരു പകുതി വേവായിട്ട് ഇട്ടാൽ മതി, അത് പെട്ടെന്ന് വേവണതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ അരച്ച മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വറവിടുന്ന പരിപാടി ഇല്ല. ഇതൊക്കെ വെരി ഈസി കുക്കിംഗ് ആണ് തോന്നുന്നുണ്ടല്ലോ. അത് വേവേണ്ട താമസമുള്ളൂ, നമുക്കത് വേഗമാകും. കാരണം എന്താ പറഞ്ഞാൽ ഇത് വറവിടാത്താണല്ലോ അവസാനം കുറച്ച് കറിവേപ്പില മനസ്സിലായില്ലേ? കറിവേപ്പില പറയും. വേപ്പല പറയുമ്പോ ഏതേലാണോ വിചാരിച്ചിരിക്കണേ? ഞാൻ വേപ്പിന്റെ ഇല വിചാരിച്ചു. കറിവേപ്പില. അവസാനം ഇപ്പോഴും കുറച്ച് ഇടണം. അമ്മ കറിവേപ്പില തന്നെ പറയണം കേട്ടോ. എന്നെ പോലെ ഞാനാണെങ്കിൽ വേപ്പല പൊടിച്ചിട്ട് വരും. നിനക്ക് അത്രക്കല്ല ബുദ്ധി കൂടിയിട്ടാണ് നിനക്ക്. അത് നമുക്കിട്ടൊരു താങ്ങാണല്ലോ അമ്മ. വെരി ബാഡ്. അങ്ങനെ ഒരാളിനെ വെറുതെ ടീസ് ചെയ്യരുത്. ഇതൊരു പകുതി വേവാകുമ്പോ നമുക്ക് താവിട്ട് കൊടുക്കാം. അതുവരെ താവിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഒരു തലക്ക് വേവണ സാധനം. എന്താണ് ഇന്ന് ഈ ഒരു ഉല്ലാസത്തിന്റെ കാരണം? ഒരു എന്താ പറയുക, എനർജിക്ക് ഉണ്ടല്ലോ. എന്താണ് സംഭവം? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ, ഓ ഈ അമ്മയുടെ മത്തങ്ങയും കായും താളുന്നൊക്കെ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണെന്ന്. ഇന്ന് അമ്മ തുടങ്ങുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. എന്താണ് ഈ പ്രത്യേകത? അല്ലെങ്കിൽ അമ്മക്കൊരു ചിരിയൊക്കെ ഉണ്ട്. ഇന്നൊരു ഒന്നൊന്നര ചിരിയാണല്ലോ. പറയൂ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ. വിവാഹ വാർഷികമൊന്നും ഇന്നല്ല. പിന്നെന്താണ്? അല്ല, ഒരു പോസിറ്റീവ് വൈബ് മനുഷ്യനുണ്ടാവണ ഒരു കുറ്റട മോനെ. അതൊരു തെറ്റാണോ? എല്ലാ ദിവസവും മക്കളെ നിങ്ങൾ ഇതുപോലെ പോസിറ്റീവ് വൈബിൽ മുന്നോട്ട് പോയിട്ട് എൻ്റെ ഈ പ്രായം വരെയൊക്കെ അതേപോലെ ഒരു പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെയൊക്കെ പ്രാർത്ഥന എന്നാണ് അമ്മ എന്നോട് പറയാൻ പോണത്. പറയണ്ട, ബുദ്ധിമുട്ടുണ്ടത് എനിക്കറിയാം. കേട്ടിരിക്കും മതിയായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പം അച്ഛൻ്റെ പ്രായം എൻ്റെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ മക്കളെ, ആ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അതന്നെയാണ് മക്കളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെപ്പറ്റി ഞാനൊരു ദിവസം ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. ചിരിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന അവസരങ്ങളൊന്നും നമുക്ക് എന്താ ചിരിക്കാൻ വല്ലതും കൊടുക്കണം? ചിരിക്കാൻ ഒന്നും കൊടുക്കണ്ട. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോസിറ്റീവ്നെസ് വേണം, എന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ലേ? ആ ചിരിയിലാണ് ലോകത്തിന്റെ ഏറ്റവും നല്ല ഭംഗി. സത്യമാണ് പറഞ്ഞത്. ഏതൊരു മനുഷ്യനും ആത്മാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യം. പിന്നെ അതേപോലെ ഒരു സൗന്ദര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഒരാളിനെ കാണുമ്പോൾ ആ കണ്ട സന്തോഷം കൊണ്ടൊരു കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് അവരും കൊടുക്കുന്ന വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ പ്രകടനമാണത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം
ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്ന ഒരു വ്യക്തിനെ കുറേ കാലത്തിന് ശേഷം മിണ്ടുമ്പോൾ എന്നാലും നീ എന്നോട് ഇത്ര കാലം മിണ്ടാണ്ട് നടന്നിട്ടോ എന്നുള്ള ഭാവത്തോടു കൂടി ആ കെട്ടിപ്പിടിച്ച് ആ പറയുന്നൊരു കണ്ണീരുണ്ടല്ലോ, അതിനും വല്ലാത്തൊരു ആനന്ദാശ്രു എന്തോ ഒരു ആശ്രു എന്ന് പറയുമല്ലോ അതിന്. അതുപോലെ തന്നെ ഈ മക്കൾ ജനിക്കുമ്പോൾ അച്ഛനും അമ്മ ആദ്യമായിട്ട് ആ കുഞ്ഞിനെ ഒന്ന് മുഖം കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു കണ്ണീരോട് കടന്നൊരു സന്തോഷമുണ്ട്, ഒരു ചിരിയും സങ്കടവും. എൻ്റെ വയറ്റിൽ നിന്നാണല്ലോ ഇത് വന്നത്, എൻ്റെ ആണല്ലോ ഇതെന്നുള്ള എൻ്റേന്ന് സ്വന്തമുള്ള ഒരേ ഒരു വസ്തുവാണ്, അതൊരു വസ്തുവല്ല, ഒരു ജീവൻ എന്ന് വെച്ചാൽ എൻ്റെയാണ്, നമ്മുടെയാണ്, നമ്മുടെ മാത്രമാണെന്ന് നമുക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റിയ ഒരേ ഒരു സംഭവമാണ് അവനവനുണ്ടാവണം മക്കൾ. കാരണം ഈ ഭൂമിയൊക്കെ ചിലപ്പോൾ നാടൊരു കഷ്ടപ്പാട് വന്നാൽ നമ്മൾ വിൽക്കേണ്ടി വരും, ഈ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് പോകണം, ജീവിതയാത്ര എങ്ങനെയൊക്കെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഒരു നിധി നിങ്ങൾ അവരാണെന്ന് വിചാരിക്കണോ, നല്ല മക്കൾ നിങ്ങളാണെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഏത് നേരവും ഏത് നിമിഷവും മനുഷ്യനിൽ എത്ര കാലം ഉണ്ടായാലും അത്രയും നല്ലതാണ്. കാരണം ഇതൊന്ന് കിട്ടാനുണ്ടല്ലമ്മ, നമ്മൾ ഏത് കടയിൽ പോയിട്ട് മേടിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിത് തിരഞ്ഞ് ചകന്ന് എടുത്ത് നന്നാക്കി മിനുക്കി വെക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ തന്നെ അല്ലേ. ഇപ്പോൾ കണ്ടിട്ടില്ലേ മാ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കേട്ടുവരുന്ന സാധാരണ സംഭവങ്ങളുണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ തന്നെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ഒരു നാട്ടിലൊരു ആത്മഹത്യ സംഭവിച്ചു, ഒരു സൂസൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആ കാരണം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രയും വലിയ കാരണം ഇവർക്ക് സംഭവിച്ചല്ലോ, ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കിത് സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ദുഃഖം ആ മരിച്ച വീട്ടുകാർക്കൊപ്പം ചുറ്റി നിൽക്കുന്ന നാട്ടുകാരായ നമുക്കും ഉണ്ടാവും. കാരണം അവർ നമുക്ക് തോന്നിപ്പോവും ഈ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ നിരാശയ്ക്ക് ആരെങ്കിലും ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഒരു കാരണം അവിടെ ഉണ്ട് എന്ന് അന്ന് പറയാം. പക്ഷെ ഇന്ന് ആത്മഹത്യ ചെയ്യണതിന് ഒരു കാരണവുമില്ല. അമ്മ മൊബൈൽ നോക്കാൻ കൊടുത്തില്ല, കുട്ടി ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ്സിൽ മാർക്കൊന്ന് കുറഞ്ഞു, കുട്ടി ആത്മഹത്യ ചെയ്തു. ആരോ മാഷ് ചീത്ത പറഞ്ഞു, കുട്ടി ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ വഴി കൂടെ നടന്നു പോകുമ്പോൾ ദിവസം ചിരിക്കുന്ന ഒരു സുഹൃത്ത് ചിരിച്ചില്ല, അത് ആത്മഹത്യ ചെയ്തു. കുട്ടിയല്ല, വലുതായ ആൾക്കാരൊക്കെ അതിന് ആത്മഹത്യ ചെയ്തു. എന്നും നല്ലത് മാത്രം പറയുന്ന ഒരു സുഹൃത്ത് പൊട്ട പറഞ്ഞു, അതിന് ആത്മഹത്യ ചെയ്തു. ഈ ജീവൻ എന്ന് പറയുന്നത് കുപ്പത്തൊട്ടിയിൽ ഇരുന്ന വേസ്റ്റ് സാധനമില്ലേ, അതിനേക്കാളിലും കുറവ് വിലയോടുകൂടി കാണുകയാണ്. കാരണം നമ്മൾ കാശ് കൊടുത്ത് കഴിച്ച സ്വർണ്ണമില്ലേ, അത് നമ്മൾ അധ്വാനിച്ച് മേടിച്ചത് കൊണ്ട് അതിന് ലോക്കറിൽ കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ അലമാരിൽ പൂട്ടി വെക്കുക, അങ്ങനെ പല രീതിയിലൊക്കെ സേഫ്റ്റി ആയിട്ട് നമ്മൾ വെക്കും. ദൈവം നമുക്ക് തന്ന ഈ ജീവൻ ഉണ്ടല്ലോ, അതിൻ്റെ വില അറിയാത്തത് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാണ്ട് ജീവിതം കൊണ്ടിടുന്ന ഇതെനിക്ക് വേണ്ടെന്ന ദൈവത്തിന് തന്നെ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്ന പോലെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാം നേടും എന്ന് പറഞ്ഞ ഈ സമൂഹം ഉണ്ടല്ലോ, എല്ലാം എനിക്ക് നേടാൻ കഴിയുമെന്ന് പറഞ്ഞ ഈ സമൂഹത്തിന് സത്യം പറഞ്ഞാൽ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളൊരു സൂചനയാണത്. പണ്ടത്തെ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, കരിങ്കല്ല് പോലെ കരുത്തുള്ളൊരു മനസ്സുണ്ടായിരുന്നു. കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ കല്ല് പോലത്തെ മനസ്സെന്നല്ല കേട്ടോ, ഒരു പവർഫുൾ മൈൻഡും ഇതൊക്കെ ഉണ്ട്, അത് എന്തും തരണം ചെയ്യാൻ. ഇന്നത്തെ ഒരു സമൂഹത്തിന് അത് ഇല്ലാണ്ടായി പോകണമെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം തോന്നുന്നില്ലേ. എന്തൊക്കെയോ നേടി, ഒരുപാട് വിദ്യാഭ്യാസം, ഒരുപാട് എന്താ പറയുക, ഒരുപാട് അന്നത്തെ കാലത്ത് അവർക്കൊന്നും ഇല്ലാത്തത് എല്ലാം ഉണ്ടായിട്ട് പോലും എന്തോ ഒരു ധൈര്യക്കുറവ് അല്ലേ, ജീവിതം എന്നുള്ളൊരു വാക്കിനൊരു പേടി അല്ലേ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഥ പറയാൻ മറക്കരുത് കേട്ടോ. ഇപ്പം അവിടെ കേൾക്കുന്ന ആൾക്കാർ പറയണ്ടാവും, എടാ മണ്ടൻ ഗുണോസാ, നീ ഒന്ന് നിർത്തിയിട്ട് വേണം ഞങ്ങളുടെ ചേച്ചി ഒന്ന് സംസാരിക്കാൻ ഞങ്ങൾക്കൊന്ന് കേൾക്കാമെന്ന്. മനസ്സിലായില്ലേ? ആഹാ, അത് അവർക്കിട്ടൊരു പോളിഷാണോ? അമ്മ ഒരുപാട് മിനുക്കൊന്നും വേണ്ട, അത്യാവശ്യം അവരെല്ലാവരും മിനുങ്ങിയില്ല കേട്ടോ. നമ്മത് പോളിഷ് അടിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. അതൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ല. അതും കൂടി പറയുന്ന 100% ആക്കാൻ ഞാൻ അതൊന്നും എൻ്റെ അമ്മ ചെയ്യില്ല, എന്നെ മാത്രമേ ചെയ്യാറുള്ളൂ. ഇല്ലേ? കുട്ടികളെ എല്ലാവരും അമ്മമാരിങ്ങനെ എന്തോരം പണിങ്ങിയിരിക്കുകയാണെങ്കിൽ അത് പോളിഷ് ഒന്നല്ല, അതൊരു കൊഞ്ചിയൊക്കെ കുട്ടികളോട് പെരുമാറില്ലേ, അതാണ്. അതുകൊണ്ട് നീ പോളിഷ് ആണെന്ന് വിചാരിക്കണ്ട. അപ്പൊ നമ്മുടെ കഥാ പ്രസംഗം തുടങ്ങാറായമ്മ. അപ്പൊ അമ്മ പണ്ടത്തെ ഒരു പാട്ടില്ലേ, ഈ സ്വർണ്ണത്താമര ഇതില് എന്താവുന്നു, സ്വർണ്ണത്താമര ഇതളിൽ ഉറങ്ങും, അങ്ങനെ എന്തൊരു പാട്ട്, അതിന്റെ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതിപ്പോ കാണുമ്പോ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് ചുങ്ങും. അതുപോലെ വേറൊരു പാട്ടില്ലേ, സ്വർണ്ണമുഖിലെ എന്നൊരു പാട്ടില്ലേ. പിന്നെ സ്വർണ്ണഗോപുര, അങ്ങനെ ഒരു പാട്ടില്ലേ അമ്മ. അങ്ങനെ എല്ലാം മൊത്തത്തിൽ സ്വർണ്ണമാണ്. ഇന്ന് അമ്മ സ്വർണ്ണം പൂശി നിൽക്കുന്ന കാരണം കൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ ഏതാണ്ട് ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ട്. അല്ല, എനിക്കിഷ്ടമായി, അതുകൊണ്ട് പറഞ്ഞാണ് നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്തുകൊണ്ട് ഇടാണ്ട് വെച്ചു ഞാൻ ചോദിക്കില്ല, നന്നായി. അപ്പോൾ കഥ തുടങ്ങാറായോ?
ഒരു കടൽ തീരത്ത് കുറെ മീൻ പിടുത്തക്കാര് ബോട്ടിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്, പുറപ്പെട്ടു. ഒരു 5-6 പേരുണ്ടാവും. അപ്പൊ ഒരു സന്യാസി വന്നു. മിണ്ടാണ്ടിരിക്കണം, ഞാൻ കഥ തുടങ്ങുമ്പോഴേക്കും നീ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇത് അമ്മക്കൊരു സപ്പോർട്ടാണ് കേട്ടോ, അല്ലാണ്ട് അമ്മേനെ ഇതാക്കില്ല. വേണ്ട വേണ്ട. അപ്പൊ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ദൂരെ ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ ഒരു രാജാവ് കണ്ടു. ഒരു പാറപ്പുറം കടൽ തീരത്ത് ഒരു പാറയൊക്കെ ഉണ്ടാവില്ല, അതിന്റെ മുകളില് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിലെ ഒരാള് കാണും, ഒരു മീൻപിടുത്തക്കാരൻ, അതായത് മുക്കുവന്മാർ. മനസ്സിലായി, മീൻപിടുത്തക്കാര്. ഒരു മുക്കുവൻ, അത് കടലിന്റെ മക്കള്. കടലിന്റെ മക്കൾ, അതിൽ ഒരാളത് കാണും. അത് കണ്ടപ്പോ ആൾക്ക് ഒരു പന്തികൽ എന്താ പറയാ, ആ സ്ഥലം അത്ര നല്ലതല്ലാന്ന് ഇവർക്കറിയാം. കാരണം അവിടെ സൂസൈഡ് പോയിന്റ് ഒക്കെ ആയിരിക്കും, അതുപോലെ ഒരു സ്ഥലമാണ്. അപ്പൊ അയ്യോ എന്തിനാണോ ചെറുപ്പക്കാരനോട് നിൽക്കുന്നത്, അങ്ങനെ പന്തിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളോട് നിങ്ങൾ പൊക്കോട്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ അവര് എന്താ ചോദിക്കുമ്പോ നിങ്ങൾ പൊക്കോട്, അവിടെയൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഇയാൾ പോവും. പോയിട്ട് അവിടെ പോയി നോക്കിയപ്പോ അവന്റെ നിപ്പും ഇരിപ്പും ഒന്നും വലിയ സുഖമില്ല. അപ്പൊ എന്താ അവിടെ ഇരിക്കുന്നത് പറഞ്ഞപ്പോ തലയും കൊണ്ട് കാട്ടും. എന്താ വല്ല പ്രശ്നമുണ്ട്? ഒന്നുമില്ല. പിന്നെന്താ ഇവിടെ നിൽക്കണ, ഈ സ്ഥലം അത്ര നല്ലതല്ല മോനെ, നീ ഇവിടെ എന്തിനാ നിൽക്കുന്നത് പറയും. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഏത് സ്ഥലമാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഏത് സ്ഥലം എനിക്ക് ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരു നിരാശ പോലെ. അപ്പൊ പറയാം എന്തായാലും നീ ഇവിടെ നിൽക്കുന്നത്, നീ കടലിൽ പോയിട്ടുണ്ടോ? സംഭവം എന്തിനാണ് അവനോട് നിൽക്കുന്നത്? അവനവിടെ നിൽക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ്. അതായത് അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കടബാധ്യത, അച്ഛനും അമ്മയ്ക്ക് എന്താ രോഗാവസ്ഥ, കുറെ കടം കിട്ടുക, അതിൻ്റെ ഇടയിൽ കൂടെ സ്നേഹിച്ചൊരു പെണ്ണ് വഞ്ചിച്ചു, അങ്ങനെ എല്ലാം കൊണ്ടും നിരാശയായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. എന്താ അറിയോ, എനിക്ക് എവിടെയാണെങ്കിലും എല്ലാ സ്ഥലവും എനിക്ക് ഒരുപോലെയാണ്, നിങ്ങൾ പൊക്കോളൂ, ഞാൻ അവിടെ നിന്നോളാം. അപ്പൊ പറയണേ അതെ എന്തായാലും നീ ഇവിടെ വെറുതെ നിൽക്കല്ലേ, നീ മീൻ പിടിക്കുന്ന ബോട്ടിലൊക്കെ നീ പോയിട്ടുണ്ടോ? ഇല്ല, എന്നാ ഞങ്ങളുടെ കൂടെ വാ, ആ അനുഭവമൊക്കെ ഒന്ന് അനുഭവിക്കാലോ എന്ന് പറയും. അപ്പൊ അതൊക്കെ ഒന്ന് ആ അനുഭവം ഒന്ന് തിരിച്ചറിയാലോ, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഇവരും വിചാരിക്കും എന്തായാലും ഞാൻ മരിക്കല്ലേ, ഇനിയിപ്പൊ മീൻ പിടിക്കണതൊക്കെ എങ്ങനെയാ, ബോട്ടിലെ യാത്ര, അതൊക്കെ നമുക്ക് കടല് മരിക്കുമ്പോഴും അവന്റെ ഒരു ആഗ്രഹം നോക്ക്, നടുക്കടലിൽ കൂടെ ട്രിപ്പ് അടിക്കണം. തോന്നൽ വന്നിട്ട് അപ്പൊ എന്തായാലും ഒരു കലാകാരനാണ് മരിക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് അവൻ അങ്ങനെ തോന്നില്ലേ? ആ ശരി. അപ്പൊ പോയി അവിടെ പോയി അവര് നടുക്കടലിലെത്തി, അവിടെ മീൻ പിടിക്കുന്നതും അതെല്ലാം കണ്ടപ്പോ ഇവന്റെ മനസ്സിലേക്ക് മരിക്കണം എന്നുള്ള തോന്നലില്ലേ, ആത്മഹത്യ ചെയ്യണം എന്നുള്ള തോന്നലേ മാറി. അവൻ എത്ര മീനൊക്കെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കറി വെക്കണം എന്ന് തോന്നിണ്ടാവും. അല്ലടാ, ആ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ അവന് വേറെ എന്തൊക്കെയോ മനസ്സില് ഈ ആത്മഹത്യയുടെ ഇതവൻ മറന്നു, ആ ചിന്ത അവൻ മറന്നു. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടലിന്റെ നടുക്കിലെപ്പോ നമുക്കൊന്ന് തോന്നിപ്പോകും ഇതൊരു വേറെ ലോകമാണല്ലോ, ഇവിടുന്ന് ഒരു നമ്മുടെ മൈൻഡ് ഒന്ന് വേറെ രീതിയിലേക്ക് ഒന്ന് തിരിയും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കടലിൽ പോകുന്ന ആൾക്കാർക്ക് തോന്നിപ്പോകും ഇത് എന്തോ ഒരു വേറെ ലോകത്തെത്തിയല്ലോ എന്ന് തോന്നിപ്പോകും മനസ്സിന്. അങ്ങനെ ഇവന്റെ മനസ്സില് ഇത് മാറി, അതായത് ആത്മഹത്യ ചെയ്യാനുള്ള തോന്നലിന് അവനൊരു മുക്തി. ആ മനോഹരമായ കാഴ്ച കാണുമ്പോ എന്നുവെച്ചാൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആരെങ്കിലും ഒന്ന് തട്ടിയാ മുട്ടിയാ ഒന്ന് വിളിച്ചാൽ മാറുന്ന പറയും പോലെ അവന്റെ മൈൻഡ് മാറി. അപ്പൊ ഇതാണ് ഈ ആത്മഹത്യയുടെ ഒരു 5 മിനിറ്റ്, 1 മിനിറ്റിന്റെ വ്യത്യാസം. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ചിന്ത വേറൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ ചിന്ത തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സെക്കൻഡ് മതി. അപ്പൊ ഇവൻ ഭയങ്കര സന്തോഷവാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഭയങ്കര കൊടുങ്കാറ്റ്, സമുദ്രത്തിന്റെ അലകളൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടപ്പോ അലകൾ ഇങ്ങനെ അടിക്കില്ലേ, അതും കൊടുങ്കാറ്റൊക്കെ കണ്ടപ്പോ അവനാകെ പേടിയായി ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇവന്റെ മനസ്സിൽ കൈ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ എനിക്കും ഒന്നും സംഭവിക്കരുത്, ഈ ബോട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കരുത്, ഞങ്ങൾ സുരക്ഷിതരായി എത്തണം, ഒന്നും സംഭവിക്കരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ മീൻപിടുത്തക്കാർക്ക് യാതൊരു പ്രശ്നമില്ല, അവരുടെ പാട്ട് ബോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള ഒരു ഭാവമാണ് അവർക്ക്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര പേടി. എന്താ പറയുക, പറയുമ്പോൾ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് വന്നവനാണെങ്കിലും കൂടി അവന് മനസ്സ് മാറിയില്ലേ, അവൻ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ ഈ മീൻപിടുത്തക്കാർക്കൊന്നും അവരുടെ ഭാവത്തിൽ ഒരു വ്യത്യാസമില്ല. കുറെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അടങ്ങി. ഇവർ തിരിച്ചു വരുന്ന സമയമായപ്പോൾ അല്ല ചേട്ടന്മാരെ, നിങ്ങൾ ഈ കൊടുങ്കാറ്റും ഈ അലയടിക്കണ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയൊന്നും തോന്നിയില്ലേ? അപ്പം ഇവരെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു മുക്ക് പോയില്ലേ, അങ്ങോട്ട് പറയും അല്ല സഹോദര,
ഈ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ? സഹോദരന് കഴിയുമോ? നമുക്ക് കഴിയുമോ? ഇല്ല. ഈ അലകളെ, സമുദ്രത്തിൻ്റെ അലകളെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുമോ? ഇല്ല. ഈ പ്രകൃതിയിൽ വരുന്ന ഒന്നിനെയും നമുക്ക് തടയാൻ കഴിയില്ല. അതിനുള്ള ശക്തിയോ അതിനുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ ഓടിക്കുന്ന ബോട്ടുണ്ടല്ലോ, അത് ഏത് ദിശയിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ബുദ്ധിയിൽ വെച്ച് നമ്മൾ ഇന്ന രീതിയിൽ ദിശയിൽ പോയാൽ നമുക്ക് അപായം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് ഈ ബോട്ടിനെ നമ്മുടേതായ സൗകര്യത്തിന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അത് നമ്മുടെ ചിന്തയിൽ ഉദിക്കുന്നതാണ്. അല്ലാതെ ഇതിനൊന്നും നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റില്ല. ഇനിയിപ്പോൾ ബോട്ട് ഏതെങ്കിലും അപകടത്തിൽ പെട്ടാലും നീന്തൽ അറിയുന്ന നമ്മൾ വെള്ളത്തിൽ വീഴുമ്പോൾ കൈകാലിട്ടടിച്ച് നമ്മുടെ ശ്വാസം കൊണ്ട് നമുക്ക് നീന്തിയെങ്കിലും കരയിൽ എത്തിച്ചേരാന്നുള്ളൊരു ദൃഢവിശ്വാസം അതും നമ്മുടെ സ്വന്തമാണ്. അല്ലാതെ നമുക്ക് ഈ പ്രകൃതിനെ പിടിച്ചു നിർത്താനുള്ളതൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആത്മവിശ്വാസം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതെന്താണോ അത് ചെയ്ത് നമ്മൾ മുന്നേറാൻ നോക്കണം. അല്ലാണ്ട് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഓരോന്നിനെ കുറിച്ച് അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മുടെ ശക്തിയിൽ, അതായത് നമ്മുടെ കയ്യിലോ നമ്മുടെ ശക്തിക്കോ ഒതുങ്ങുന്നത് എന്താണോ അത് ചെയ്യാനോ നമുക്ക് പറ്റും. അതാണ് ഞങ്ങളൊക്കെ ഈ രീതിയിൽ മൗനമായി ഞങ്ങൾ പേടിക്കാതിരുന്നത്. അപ്പോൾ അത് സത്യമല്ലേ ശരിക്കും? അപ്പോൾ ഈ ചെറുപ്പക്കാരന് മനസ്സിലാവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ ദുർവിധികളാവട്ടെ, ഓരോരോ പ്രശ്നങ്ങളാവട്ടെ, അത് നമുക്ക് നേരിടാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുമോ എന്നുള്ളത് അതിനെ പ്രയത്നിച്ചതിന് ശേഷമല്ലേ നമുക്ക് മറ്റുള്ളൊരു തീരുമാനത്തിൽ എത്താൻ പാടുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു വഴിയില്ല, ഞാൻ പോയി ആത്മഹത്യ ചെയ്യട്ടെ എന്ന് പറയുന്നതിനാണോ? അതിനാണോ ബുദ്ധിയുള്ളത്? ആത്മഹത്യ ചെയ്താൽ എല്ലാം തീരുമോ? ജീവിച്ചിരിക്കുന്ന അവരുടെ അച്ഛനും അമ്മയ്ക്ക് അസുഖമാണ്, അവരാരെ നോക്കും? ഇവൻ ഈ ആത്മഹത്യ ചെയ്ത് ഇപ്പം മരിച്ചു അല്ലേ? കടബാധ്യത, കുറേ ആൾക്കാർക്ക് കടം കൊടുക്കാണ്ട് അവരുടെ പൈസ വഞ്ചിച്ച പോലെ. അപ്പോൾ പല കാര്യങ്ങളും, ഒരു പെണ്ണ് വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ വേറെ പെണ്ണൊന്നുമില്ലേ ലോകത്ത്? അപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്ത ഇവൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അവൻ്റെ എല്ലാ ദുർവിധികളും തീരുന്നതാണോ? അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നാവുന്നത് എന്താണോ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അവസാനം വരെ. എന്നിട്ടും നമുക്ക് പറ്റിയില്ലേ, അത് ദൈവത്തിന് വിടണം. നമ്മുടെ വിധി, അത് നമ്മുടെ വിധിയാണെന്ന് ജീവിച്ച് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ജീവിക്കണം. ജീവിതം ദൈവം നമുക്ക് തന്നതാണ്, അതിനെ നമുക്ക് ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള ജീവികൾക്കാണ് മനുഷ്യനെക്കാട്ടിലും ബുദ്ധിമുട്ട്. കാരണം എന്താ അറിയോ? മനുഷ്യൻ ഇന്നലെ ബുദ്ധിമുട്ട് വന്നു എൻ്റെ അമ്മ. മനുഷ്യൻ പോയിട്ട് പരിചയമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് കടം മേടിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ മേടിക്കുക. ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്ക്. ഒരു സിംഹത്തിനൊന്ന് വേട്ടയാടാൻ പറ്റില്ല, മേലുങ്കൈ വേനയാണെന്ന് വിചാരിച്ചോളൂ. അതിന് പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് തന്നെ കടം മേടിക്കാൻ പറ്റുമോ? ഇത്ര ഇറച്ചി എനിക്ക് തരൂ കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേട്ടയാടെടുത്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ? അതുപോലെ പറക്കുന്ന പക്ഷി ആകാശത്ത് പറന്നുകൊണ്ട് ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേടൻ അതിനെ വലയിട്ട് പിടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഡ്ഢി അതിനെ വെടിവെച്ച് കൊല്ലും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ച് വേണം അതിൻ്റെ ഒരു ഭക്ഷണം അത് കണ്ടെത്താൻ? അപ്പോൾ അത് മനുഷ്യനെക്കാട്ടിലും ബുദ്ധിമുട്ടില്ലേ? അതുപോലെ ഇപ്പം കടൽ പറഞ്ഞില്ലേ, ആ കടലിനുള്ളിലുള്ള മീനുകൾ അതിന് വല്ല പിടിയുണ്ടോ? ഇന്ന സമയത്ത് എന്നെ വലയിട്ട് പിടിച്ച് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. എന്നെ വലയിട്ട് കൊണ്ട് പലരും പല രീതിയിൽ വെച്ച് എന്നെ കഴിക്കുന്ന വല്ല പിടിയുണ്ടതിന് അത് കുടുംബമായിട്ട് മക്കളായിട്ടൊക്കെ ജീവിക്കാതിരിക്കില്ലേ? അപ്പോൾ അവറ്റങ്ങളൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ആത്മഹത്യ ചെയ്യണം? എന്തെങ്കിലും ഒരു ആന ആത്മഹത്യ ചെയ്ത്, പുലി ആത്മഹത്യ ചെയ്ത്, പൂച്ച ആത്മഹത്യ ചെയ്തെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവർക്ക് എന്താ ആത്മഹത്യ ചെയ്യാൻ അറിയണ്ട? അവർക്ക് നമ്മളെക്കാളും നന്നായിട്ട് വീട് കെട്ടാൻ അറിയാം. ആർക്ക്? ഈ പക്ഷിക്ക്. എന്നിട്ട് ഏതെങ്കിലും ഒരു പക്ഷി തൂങ്ങി ചത്തുന്ന് കണ്ടിട്ടുണ്ടോ? അമ്മ മരത്തിൽ ഇങ്ങനെ തലകീടായിട്ട് ചത്തുന്ന് കണ്ടിട്ടുണ്ടോ? ഒരു വവ്വാല് വെറുതെ തൂങ്ങിയിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ആടിയും കൊണ്ടുണ്ടാവും. പക്ഷേ അതിങ്ങനെ രാത്രി പറക്കണ പക്ഷി ആയതുകൊണ്ട് മാത്രം. ഏതെങ്കിലും ഒരു പക്ഷിയോ ഒരു മൃഗമോ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അപ്പം മനുഷ്യനെക്കാട്ടിലും സംഘർഷഭരിതമല്ലേ അവൻ്റെയൊക്കെ ജീവിതം അല്ലേ? അതാണ് ഇതെല്ലാം കൂടി ഇതിൽ ഇനി കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒറ്റിച്ചു കൊടുക്കാം. സ്റ്റവ് അപ്പോൾ കരയിലായാലും കടലിലായാലും ഇനി ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതാണെങ്കിലും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ അത് അമ്മേനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്കിതൊക്കെ എൻ്റെ അമ്മ ചേമ്പ്, ചേന ഇതൊക്കെ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കായും മത്തങ്ങയൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഞാൻ അത് ഇട്ടിട്ട് ചെയ്തു. ഏത് പച്ചക്കറി ഇതിന് പറ്റും, അതായത് ചേമ്പ്, ചേന, കായ, മത്തങ്ങ, അങ്ങനെ എല്ലാം പറ്റും. അങ്ങനെയുള്ളതൊക്കെ ഇട്ട് നമുക്കിത്. അപ്പോൾ ജീവിതത്തിൽ നീ ചെറുപ്പത്തിൽ നടക്കാൻ പഠിക്കുമ്പോൾ പല വട്ടം വീണുണ്ടാവും മനുഷ്യൻ.
ആ മനുഷ്യൻ വലുതാവുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലും നിന്നെ വീഴ്ത്താൻ ആൾക്കാരുണ്ടാവും. നിൻ്റെ ചിന്തകളെ വീഴ്ത്താൻ ആൾക്കാരുണ്ടാവും, നിന്നെ മറികടക്കാൻ വേണ്ടി നിന്നെ വീഴ്ത്താൻ ആൾക്കാരുണ്ടാവും, നിൻ്റെ മനസ്സിനെ തോൽപ്പിച്ച് നിന്നെ എന്നേക്കുമായി വീഴ്ത്താൻ ആൾക്കാർ. പക്ഷേ എന്നാലും പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. നീ ജീവിക്കണം. ജീവിതം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു വെളിച്ചമുണ്ടല്ലോ, അതിനൊരു ഇരുട്ടാക്കി കെടുത്തിട്ട് ദൈവം തന്ന ഈ അമൂല്യമായ ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് നീ അത് കെടുത്തി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തോടെ ദൈവം തന്ന ഏറ്റവും വരദാനം നിന്നെ വിട്ട് പോയി കഴിഞ്ഞു. പിന്നെ നിൻ്റെ ചുറ്റിലിരുന്ന് കരയണം നിൻ്റെ വീട്ടുകാരനെ 4 ദിവസം കഴിഞ്ഞ് നിന്നെ മറന്നു. ഏറി വന്ന അടിയന്തരമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അവൻ്റെ മൈൻഡ് മാറിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാനുള്ള മൂഡിലായിരിക്കും. അതുകൊണ്ട് ജീവിതം അത് എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആകാശത്തെ പറവുകളൊക്കെ ഉണ്ട്, കടലിലെ മീനുകളൊക്കെ ഉണ്ട്, കാട്ടിലെ മൃഗങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മനുഷ്യൻ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് ജീവിതം എന്നുള്ള വിജയം കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സത്യം. കാരണം ജീവിതം ഒരു പോരാട്ടമാണ്. ജനിച്ച് വീണ് ഒരു 10 വയസ്സ് ഏറെക്കുറെ നമ്മുടെ ഒരു ബുദ്ധി ഉറച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന ആ കാലം മുതൽ അവസാന ശ്വാസം വലിക്കുന്ന ആ നിമിഷം വരെയും ജീവിതം എന്നുള്ള വലിയൊരു പോരാട്ടമാണ്. നമ്മുടെ ചുറ്റും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ജനം ഉണ്ടാവും. കാരണം ഒരു ഓട്ട മത്സരത്തിൽ ഓടുന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ ഓടുന്ന ആൾക്കാർ മുഴുവനും അടുത്ത് ഓടുന്ന ആൾക്കാരെ കീഴ്പ്പെടുത്തി മുന്നോട്ട് ഓടുന്നുള്ള ചിന്തയിൽ മാത്രം ഓടിക്കൊണ്ടുണ്ടാകുന്ന ചിന്ത. ഒരു ഓട്ട മത്സരാർത്ഥിയാണ്, ജീവിതം ഒരു മത്സരമാണെന്ന് ചിന്തിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഏത് തെറ്റ് ചെയ്താലും ആത്മഹത്യ എന്നുള്ള ചിന്ത മാത്രം ജീവിതത്തിൽ ഒരിക്കലും വരരുത്. അത് ഭീരുക്കളുടെ ലക്ഷണമാണെന്ന് തീർച്ചയായിട്ടും പറയാം. അതിന് ഒരുപാട് ധൈര്യം വേണം. പക്ഷേ ആ ധൈര്യം ദൈവം തന്ന ഏറ്റവും വലിയ വരദാനമായ ഗിഫ്റ്റിനെ മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള നിങ്ങളെ സ്നേഹിച്ചവർക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരു ഭീരുവായിരുന്നു എന്ന് അറിയിക്കരുത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും എത്ര തന്നെ ജീവിതത്തിൽ മുള്ളുകൾ വന്ന് നിങ്ങളുടെ ശരീരത്തിൽ തറച്ചാലും അതിനൊക്കെ ഊരി വലിച്ചു കളഞ്ഞ് അതിലൊരു മരുന്നും പരട്ടിയിട്ട് ഇനി ജീവിതം മുന്നോട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ജീവിതം ജീവിച്ച് കാണിക്കുകയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിത ശക്തി, അല്ലേ? അങ്ങനെ ഒരു ശക്തിയായി മാറണം. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി ഇതാണ് ജീവിതം എന്നൊരു ചിന്തയിലേക്ക് വരണം. ജീവിതം വളരെ സുന്ദരമാണ്. നമ്മുടെ ആ ജീവിതം ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇത്രയും സൗന്ദര്യം, ഇത്രയും ഒരു എന്താ പറയുക, പ്രകൃതിയെ കാണുന്നേക്കാളും സുന്ദരമാണ് യഥാർത്ഥമായി ജീവിക്കാൻ പഠിച്ച ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? അല്ല, ഇപ്പൊ നമ്മള് എരിവ് മാത്രം കഴിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. അതേപോലെ മധുരം മാത്രം കഴിക്കുമ്പോൾ നമുക്ക് തോന്നും എരിവ് കഴിക്കുന്നുണ്ട്, അയ്യോ മധുരം കുറച്ച് എരിവ് കഴിച്ചാലോ എന്ന് തോന്നും. അതുപോലെ എരിവ് നല്ല എരിവോടെ കഴിക്കുമ്പോൾ ഒത്തിരി മധുരം എന്തായാലും കഴിച്ചാൽ എത്ര നല്ലതായിരുന്നു, അല്ലേ? അതുപോലെ തന്നെയാണ് ജീവിതം. അതിന് കയ്പും ഉണ്ടാവും മധുരം ഉണ്ടാവും, അല്ലേ? ഈ കയ്പും മധുരം എരിവും എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കില്ലേ മാറി മാറി. അതുപോലെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും സന്തോഷം സമാധാനം എല്ലാം നമ്മൾ അനുഭവിക്കണം. അപ്പോഴാണ് ജീവിതമാവുക. ദൈവം തന്ന ഈ ഒരു വരദാനത്തിന് ദൈവം തന്നെ നിനക്ക് നൽകിയ ഈ ഒരു ശരീരത്തെ, ഈ ഒരു ശരീരത്തിൽ നിന്നുള്ള വസ്ത്രത്തെ മൂപ്പർ ഉപേക്ഷിക്കാൻ പറയുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അതുവരെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രസാദമായ ഈ ജീവിതം ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ കളയാൻ നമുക്കൊരു അധികാരവും ഇല്ല. കാരണം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. ആത്മാവിന് മരണമില്ല. ഈ വസ്ത്രം മാത്രമേ നമ്മൾ ഉപേക്ഷിക്കൂ. ഈ വസ്ത്രം നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാലം വരെ, ദൈവം നിന്നെ അനുവദിച്ച സമയം വരെ, ആ അവസാന നിമിഷം വരെയും സന്തോഷമായി അത് അനുഭവിക്കുക. എന്നിട്ട് മാത്രമേ ഈ ഭൂമി വിട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആർക്കെങ്കിലും ലോകത്ത് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തകളൊക്കെ ദൈവം അവൻ്റെ മനസ്സിൽ നിന്ന് മായ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം, അല്ലേ? അപ്പോൾ ഈ താളുകറി കൂട്ടാൻ എൻ്റെ കൂടെ ആരാ വരിക? ഞാൻ വരില്ല. അല്ല, ഈ താളുകറി കൂട്ടാൻ എൻ്റെ കൂടെ ആരെങ്കിലും വരണം കേട്ടോ. ഇതാ ഇവരൊക്കെ കണ്ടില്ലേ എന്നെ കളിയാക്കുകയാണ്. താള് കൊണ്ടുവന്നപ്പോ തുടങ്ങിയതാണ്. അയ്യോ അച്ഛനും മകനും ഒക്കെ അയ്യോ എന്തോ ഒരു സന്തോഷം, അമ്മയ്ക്ക് എന്തോ ഒരു സന്തോഷം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടേ? ഇവർക്ക് വേണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ആരൊക്കെ വരുമെന്ന് എന്റെ അടുത്ത് പറയണം കേട്ടോ. താള് കൂട്ടാ ഒരു കൂട്ടം ആൾക്കാർ വരും ഇത് കൂട്ടാൻ വേണ്ടി. വരൂടാ വരും. അപ്പൊ എല്ലാവർക്കും